തെളിച്ചമേകാൻ പൊൻപുലർക്കാലം വെളിച്ചമാകും പോ നുറുങ്ങുവെട്ടം പക്ഷിപരാഗം തെളിച്ചു കാട്ടും പോ വരുന്നു ദൈവം മനസ്സിനുള്ളിൽ തിളക്കമേകിടാൻ തരുന്നു ധ്യാന പ്രകാശമാർക്കും വിളക്ക് വയ്ക്കുമ്പോൾ നുറുങ്ങുവെട്ടം ഇറങ്ങിടട്ടെ ഹൃദന്തമെല്ലാം യുഗപ്രകാശത്താൽ മറഞ്ഞിടട്ടെ മാനാന്ധകാരം യുഗപ്രസാദത്താൽ നുറുങ്ങുവെട്ടം. പ്രിയമുള്ളവരെ, ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ ആക്സിഡൻ്റലി ഒന്നും സംഭവിക്കുന്നില്ല, എല്ലാത്തിനും ഒരു അർത്ഥമുണ്ട്. പ്രത്യേകമായിട്ട് എനിക്ക് നിങ്ങളുമായിട്ട് ഇന്ന് പങ്കുവയ്ക്കാനുള്ളത് എൻ്റെ ആദ്യത്തെ ക്രിസ്മസാണ് വൈദികനായതിന് ശേഷം. വികാരിയച്ഛൻ പഴയ സ്കൂട്ടർ മാറ്റി പുതിയൊരു വെസ്പ എനിക്ക് സമ്മാനിച്ചു. അതുമായിട്ട് ആദ്യത്തെ മാസത്തെ കറക്കം ആ അവധിയിൽ ധ്യാനിപ്പിക്കാൻ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു യുവതിവാക്കളെ. അപ്പോൾ അതിനു മുമ്പ് ഒരു അഡോറേഷൻ ചാപ്പലിൽ പോയി വണ്ടി പുറത്തൊക്കെ വെച്ചു പ്രാർത്ഥിച്ചു. കാരണം വൈകുന്നേരത്തെ ടോക്ക് ഡിവൈൻ പ്രൊവിഡൻസിനെ കുറിച്ചാണ്. ദൈവം എല്ലാം നൽകും എന്നുള്ളതാണ് ക്ലാസ്. അഡോറേഷന് ഞാൻ പോയി ഇറങ്ങി, പുതിയ വെസ്പ കാണാനില്ല. വേർത്ത് കുളിച്ചു പോയി. കാരണം അവിടെ നിന്ന് ഇനിയും 1 മണിക്കൂർ പോകണം. ടാക്സിക്കുള്ള പൈസ മൊത്തമായിട്ട് കയ്യിലില്ല. ആകെ ഒരു പേടിച്ചുപോയി. പേടിക്കാനുള്ള കാരണം ഇതാണ്. ഒന്ന്, സമ്മാനമായിട്ട് ലഭിച്ചൊരു കാര്യം. എന്നെ ഏറ്റവും അലട്ടിയത് നെഗറ്റീവായിട്ടുള്ള ചിന്ത, ഷെയിമാണ്. അച്ഛനെന്ത് വിചാരിക്കും, ഞാൻ കെയർലെസ് ആയിരുന്നോ, ഇതൊക്കെയാണ് എൻ്റെ മനസ്സിലൂടെ കടന്നുപോയത്. പക്ഷേ അഡോറേഷൻ കഴിഞ്ഞ് ഇറങ്ങി വന്നപ്പോൾ എനിക്ക് പ്രാർത്ഥിക്കാൻ കിട്ടിയൊരു പ്രേരണ ഇതാണ്. അതായത് എൻ്റെ ഈ സ്കൂട്ടർ എൻ്റെ ഒരു സഹോദരന് അത് ഉപയോഗപ്രദമാണെങ്കിൽ ദൈവമേ എനിക്ക് സന്തോഷമേ ഉള്ളൂ. ആ ഒരു പ്രാർത്ഥനയായിരുന്നു ആ ദിവസങ്ങൾ. അതുകൊണ്ട് എനിക്ക് അന്ന് ധ്യാനത്തിന് പോയപ്പോഴും ദൈവമെല്ലാം നൽകും എന്ന് പറഞ്ഞ് ക്ലാസ്സുകൾ എടുക്കാൻ സാധിച്ചു. സാധാരണ എനിക്ക് പറ്റിയിരുന്നില്ല. കാരണം എനിക്കൊരു നാണക്കേട് തോന്നിയായിരുന്നു. എൻ്റെ ആ ഒരു പേഴ്സണാലിറ്റി അച്ഛനെന്ന രീതിയിൽ ഞാൻ ശ്രദ്ധിക്കാത്തത് കൊണ്ടാണല്ലോ എന്നുള്ള ചിന്തകളാണ് മനസ്സിൽ കടന്നു വന്നത്. ഭയങ്കരമായിട്ട് ആകുലപ്പെട്ടു. 8 മാസങ്ങൾക്ക് ശേഷമാണ് സിറ്റിക്ക് പുറത്ത് ഈ വണ്ടി ഉപേക്ഷിക്കപ്പെട്ട രീതിയിൽ പോലീസുകാരെ അറിയിച്ചത്, ഞാൻ പോയി കണ്ടെത്തിയത്. അപ്പോൾ ആ ഒരു 8 മാസം എൻ്റെ പ്രാർത്ഥന, ദൈവം എനിക്ക് നൽകിയ ഒരു പ്രചോദനം ഇതായിരുന്നു. അതായത് ദൈവം എല്ലാം നൽകും, പക്ഷേ ദൈവം എന്നെ ക്ഷമിക്കാൻ കൂടി പഠിപ്പിക്കുമായിരുന്നു. എൻ്റെ സഹോദരനത് ആവശ്യമുണ്ടെങ്കിൽ അവനത് എടുത്തുകൊള്ളട്ടെ എന്നായിരുന്നു എൻ്റെ പ്രാർത്ഥന. അതുകൊണ്ട് എനിക്ക് എൻ്റെ ആ വ്യക്തിത്വത്തിലുള്ള വൈകല്യം എന്തെങ്കിലും പറ്റുമ്പോൾ എനിക്ക് എന്നോട് തന്നെ ഒരു നാണക്കേടും മറച്ചു വയ്ക്കലും വിറവലൊക്കെ ആയിരുന്നു. അത് മാറാൻ കാരണം പിന്നീട് മത്തായിയുടെ സുവിശേഷത്തിൽ പറയുന്ന വാക്യം, നിങ്ങൾ എന്തിനാണ് നാളെക്കുറിച്ച് ആകുലപ്പെടുന്നത്? അതിൻ്റേതായ ആ ഒരു ദിവസത്തെക്കുറിച്ചുള്ള ആകുലത മതി, ദൈവം നൽകിക്കൊള്ളും. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ക്ഷമിക്കാനും ദൈവം തക്ക സമയത്ത് നമുക്ക് നൽകും. There are no accidents in life.